ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടിക്ക് കുറേ ഡ്രസ്സുകളൊക്കെ നമ്മുടെ ഗ്രേസമ്മ കൊടുക്കുക. അത് കണ്ടതും രേവതിക്കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. ഇതൊക്കെ എനിക്കുള്ളതാണോ? അല്ല, എനിക്കിടാൻ വേണ്ടി ഞാൻ മേടിച്ചതാ, കൊണ്ടുപോയി വെക്കടി പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടിയുടെ റൂമിൽ കൊണ്ട് വെക്കാൻ പറയും. അപ്പോൾ രേവതിക്കുട്ടി കരഞ്ഞുകൊണ്ട് പറയാ, എന്താടി നിനക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറയട്ടെ, ഞാനേ ഇതുപോലുള്ള പുതിയ ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇട്ട് പഴകി തരുന്ന പഴയ ഡ്രസ്സുകളാണ് ഇട്ടേക്കുന്നത്. ഇതാദ്യമായിട്ടാണ് പുതിയ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് രേവതിക്കുട്ടി അവിടെ ഇരുന്ന് ആ ഡ്രസ്സുകളൊക്കെ മടക്കി സഞ്ചിയിലാക്കുക. എന്നിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോഴത്തേക്കും ഒന്ന് നിന്നേടി. അപ്പോൾ രേവതിക്കുട്ടി അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രേസമ്മ, ദേ ഇത് നിനക്ക് ഞാൻ തരാൻ മറന്നുപോയി, ഇതെന്താ എന്നും ചോദിക്കുക. ഇതിൽ സ്പ്രേ ഉണ്ട്, ഹെയർ സ്പ്രേ ഉണ്ട്, ദേ സിറോ ഉണ്ട്, ഫേസ് ക്രീമുണ്ട്, പിന്നെ ഫേസ് മസാജറുണ്ട്, മാല, ക്ലിപ്പ്, തലയിലിടുന്ന ബാൻഡ്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം നിനക്കുള്ളതാ, എടുത്തിട്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു വിടുക. അതും മേടിച്ച് ഒന്നും മിണ്ടാതെ രേവതിക്കുട്ടി സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷം, ആ സന്തോഷത്തോടെ മുകളിലേക്ക് പോവുക. ഈ സമയം അവൾക്ക് നല്ല സന്തോഷമായല്ലേ മാമച്ചായ? അവളുടെ മുഖത്തെ സന്തോഷം കണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മാമച്ചായ. അത് കേട്ടതും നിനക്കത് മേടിച്ചു കൊടുക്കാൻ തോന്നിയത് നന്നായി ഗ്രേസമ്മേ. അവളുടെ സന്തോഷം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവുക. അത് കേട്ടതും നമ്മുടെ മാമച്ചായനും ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം രേവതിക്കുട്ടി മുകളിൽ നിന്ന് ഓടി വരിക. അത് കണ്ടതും ഗ്രേസമ്മയും മാമച്ചായനും അന്തം വിട്ട് നോക്കി നിന്നു. കാരണം ഒരിക്കലും വേലക്കാരിയെന്നല്ല, തൻ്റെ മോളെ പോലെയാണ് രേവതിക്കുട്ടിയെ കണ്ടത്. അതേപോലെ തന്നെ രേവതിക്കുട്ടിയുടെ ആ വരവ് കണ്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേലക്കാരി എന്ന് ആരും പറയില്ല, തൻ്റെ മോളാണെന്നേ പറയൂ. അത്രയ്ക്ക് ഭംഗി. തൻ്റെ മോളേക്കാളും തനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ അവളെക്കാളും മിടുക്കിയായി രേവതിക്കുട്ടി. ഇതൊക്കെ ഇവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ മാമച്ചായ? പിന്നെ അല്ലാതെ അസലായിട്ടുണ്ട് പെണ്ണെ നിന്നെ കാണാൻ. എന്തൊരു രസാ. സത്യം പറഞ്ഞ് ഇതിട്ടുകൊണ്ട് നീ പോയിട്ടുണ്ടെങ്കിൽ നീ ആരും ഇല്ലാത്തവളാണെന്ന് ആരും പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയും മാമച്ചായനൊക്കെ പറയാം. അപ്പോൾ സന്തോഷത്തോടെ രേവതിക്കുട്ടി വീണ്ടും സ്റ്റെപ്പിലേക്ക് ഓടി കയറുമ്പോൾ നിൽക്കവിടെ എന്നും മാമച്ചായൻ അത് കേട്ടതും രേവതിക്കുട്ടി പേടിച്ചു. എന്താ മാമച്ചായ? ഗ്രേസമ്മയും പേടിച്ചു. ഇങ്ങോട്ട് നീങ്ങിക്ക്. അപ്പോൾ രേവതിക്കുട്ടി നീങ്ങിക്കുക. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാമച്ചായ ഫോട്ടോ ഒക്കെ എടുക്കുക. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം രേവതിക്കുട്ടി ഓടി മുകളിലേക്ക് പോയി. കുട്ടിക്കളി മാറിയിട്ടില്ല. പാവം കളിച്ചും ചിരിച്ചും തുള്ളിച്ചാടി നടക്കേണ്ട സമയത്ത് വീട്ടുജോലി ചെയ്യാനായിട്ട് വന്നു. സ്വന്തം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ മാമച്ചായ? എന്നാ ചെയ്യാനാ ഗ്രേസമ്മേ? ഇതുപോലുള്ള എവിടെ ഉണ്ടാവുമെന്നൊരു പിടിയില്ല. മക്കളെ ഉപേക്ഷിച്ചിട്ട്, അതെ മക്കളെ ഉണ്ടാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. ഇല്ലാത്തവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ലോകത്ത് എത്രയോ പേരില്ലാതെ ഇരിക്കുന്നു, അവർക്ക് കൊടുക്കാമല്ലോ. ഇങ്ങനെ അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ്. മനു വന്നതും അലീനൊക്കെ വാതിൽ ഉറക്കാം. ഞാനിപ്പോൾ ആലോചിച്ചതുള്ളൂ മനസ്സിൽ. അത് കള്ളം. ഇല്ല മനുവേട്ട, സത്യമായിട്ടും മനുവേട്ടനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനുവേട്ടൻ വന്നത്. അത് മാത്രമല്ല, വാതിലി മുട്ടിയപ്പോൾ ഞാൻ മനുവേട്ടനായിരിക്കും എന്ന് ചിന്തിക്കുകയും ചെയ്തു. ആണോ? അത് ശരിയല്ലല്ലോ എന്നും മനു. അതെന്താ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നോ എന്നും അലീന ചോദിക്കുക. ചിന്തിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ കരുതി താൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമെന്നായിരുന്നില്ല. എന്നെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ആൾക്കാരുണ്ടോ? അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നാൽ ഞാനേ മുത്തശ്ശി ഒന്ന് കണ്ടേച്ച് വരാം. അല്ല, ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നല്ലതാണോ? കുഴപ്പമൊന്നുമില്ല. അല്ല, ജയാൻറ്റി വല്ലതൊക്കെ പറയാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകൾ, ഇഷ്ടപ്പെടായ്മ, അതൊക്കെ ഉണ്ട്. സത്യങ്ങളൊന്നും അറിയാതെയല്ലേ? എന്തറിയാതെയല്ലേ? അല്ല, ഞാൻ ഒന്നും ചെയ്യില്ല എന്നറിയാതെയല്ലേ എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെയോ? ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു റൂമിലേക്ക് പോവാം. മുത്തശ്ശി, എടാ കുട്ട നീ വന്നോ? വന്നു മുത്തശ്ശി. നീ വന്നത് നന്നായടാ. അല്ല, നീ എനിക്ക് എന്താ കൊണ്ടുവന്നേ? അയ്യോ, അത് ഞാനങ്ങ് മറന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഞാൻ മുത്തശ്ശിക്ക് കൊണ്ടുവരാം കേട്ടോ. വേണ്ടടാ, നീ എനിക്ക് അവളെ പോലെ ഒരു നല്ല പെൺകൊച്ചിനെ കൊണ്ട് തന്നില്ലേ, അത് മതിയടാ. എനിക്ക് അവളുള്ളതേ ഒരു ധൈര്യ എന്നൊക്കെ മുത്തശ്ശി പറയുക. ആണോ? അത്രയ്ക്ക് മിടിക്കുകയാണോ? പിന്നെ അല്ലാതെ. എടാ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഭവം നടന്നു. എന്താ മുത്തശ്ശി? അതെ, ഒന്നും പറയണ്ടടാ. വൈജിയുടെ 1.5 പവൻ്റെ ഒരു മോതിരം കാണാതെ. ആ മോതിരം കാണാതായപ്പോൾ ഇവിടെ കിടന്ന് ഭയങ്കര തപ്പലായിരുന്നു. തപ്പല്. അവസാനം അലീനയുടെ മുറിയിലെത്തി ആ പെങ്കൊച്ചിൻ്റെ ബാഗും പേഴ്സും ഒക്കെ കൊട്ടി പരിശോധിക്കുമായിരുന്നു.
അവൾ എടുത്തിട്ടില്ല എന്നറിയാം. എന്നിട്ടും വൈജ അവളെ മനഃപൂർവ്വം അപമാനിക്കുന്ന രീതികളാണ് ചെയ്തത്. എന്നിട്ട് എന്താവൻ അവസാനം വൈജയുടെ പേഴ്സിൽ നിന്നും തന്നെ ആ മോതിരം കിട്ടി. എന്നിട്ട് ആൻറ്റി അവളോട് സോറി പറഞ്ഞോ? ചെറിയൊരു സോറി എങ്കിലും. പിന്നെ അതിനവൾ 10 ജന്മം വേറെ ജനിക്കണം. ഒരന്തസ്സും ഇല്ലടാ. എൻ്റെ വയറ്റിലാണ് വന്ന് ജനിച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്നാലും മുത്തശ്ശനൊരു രാജാവായിരുന്നല്ലോ. എന്നിട്ട് മുത്തശ്ശൻ എന്താ ആൻറ്റിയെ മര്യാദയ്ക്ക് വളർത്താതിരുന്നത്? എന്ത് ചെയ്യാനാടാ? ഒരു പെങ്കൊച്ചായതുകൊണ്ട് ഇത്തിരി സ്നേഹം കൂടുതൽ കൊടുത്തു. അതിൻ്റെ എല്ലാ അഹങ്കാരവും ഉണ്ട്. നിന്റെ മുത്തശ്ശനാണ് രാജാവ്, ഞങ്ങളൊക്കെ പ്രജകളായിരുന്നില്ലേ എന്നും മുത്തശ്ശി. മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് സങ്കടമാടാ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും അലീന വരിക. അലീന വന്നതും അലീനെ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ട് എന്തോന്ന് വിളിച്ചു പറയാതിരുന്നത്? അത് പിന്നെ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. പക്ഷേ ഞാൻ ആരെയും വിളിച്ചിട്ടത് പോകുന്നില്ല. മമ്മി തന്ന ഫോണാണ്. അത് ഞാൻ ചാർജ് കുത്തിയിട്ടായിരുന്നു. അത് കേട്ടതും നമ്മുടെ മനു, എവിടെ ആ ഫോണൊന്ന് നോക്കട്ടെ. അപ്പം അലീന ഫോൺ എടുത്ത് കൊടുക്കുക. ഇതിൽ റീചാർജ് ഇല്ല മമ്മി, ഇതൊരു കടയിൽ കൊടുത്തിട്ടാണ് റീചാർജ് ചെയ്യാറ്. അതെനിക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനെ റീചാർജ് ചെയ്ത് തരാൻ ആരും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്ത് മിണ്ടാതെ വെച്ചത്. അത് കേട്ടതും കടയിൽ കൊണ്ട് കൊടുക്കണോ? ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. അതിന് കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അലീന നമ്പർ ഇങ്ങതാ. അപ്പോൾ അലീന ഫോൺ നമ്പർ കൊടുക്കുക. ഈ സമയം നമ്മുടെ മനു മൊബൈൽ എടുത്തിട്ട് റീചാർജ് ചെയ്യുക. അതെ, ഇപ്പം റീചാർജായി. ഇനി ഇടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയണേ. ശരി. അതെ, ഇതിന് എത്ര രൂപയായി? അത് കേട്ടതും ഇനി അതിൻ്റെ പൈസ തന്ന് തനിക്ക് കടം വീട്ടണമായിരിക്കും. അല്ലെങ്കിലും കടം വീട്ടലുകൾ ഒരുപാടാണല്ലോ. താൻ കടമൊന്നും വീട്ടണ്ട. ആ കടം വീട്ടാനായിട്ട് എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരാമോ? ഇട്ടുതരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അലീന ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോവുക. ഈ സമയം മനു ചായ കുടിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക. അപ്പോൾ ചായയും സമൂസയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ അലീന കൊടുക്കുക. അലീന കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ കുറച്ച് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇതെന്താ സമൂസയോ? ധാരാ ഉണ്ടാക്കിയേ? ഞാനാ ഉണ്ടാക്കിയേ. കൊള്ളാലോ. ഞങ്ങളുടെ വീടുണ്ട്, കൈതയ്ക്കൽ തറവാട്. ഒന്നും പറയണ്ട. കൈതയ്ക്കൽ തറവാട്ടിലെ സത്യം പറയാലോ എന്നും പുട്ട. ഒരു കാര്യം ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിക്കാനല്ല പുട്ടുണ്ടാക്കുന്നേ, വാഴക്കൊലയ്ക്ക് വേണ്ടിയാ. പുട്ട് 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 പുട്ടും പഴവും തിന്ന് അവസാനം പഴക്കൊലയിലെ പഴം തീരുന്നത് വരെ പുട്ട്. പഴക്കൊലയിലെ പഴം തീരുന്നത് വരെ പുട്ടിൻ്റെ കൂടെ പഴം കൂട്ടി തിന്നുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിക്കും പുട്ടിൽ നിന്നും ഒരു മോക്ഷം കിട്ടിയെന്ന്. എന്ത്? ഒരു മോക്ഷവും ഇല്ല. വീണ്ടും പഴക്കൊല പഴുക്കും. പിന്നെ ആ പഴക്കൊല തീരുന്നത് വരെയും പുട്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പുട്ട് തിന്നുന്ന തറവാട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈതയ്ക്കൽ മാളിക വീടാ എന്നും പറഞ്ഞുകൊണ്ട് മനു ഓരോരോ തമാശകൾ പറയുക. ഇതൊക്കെ കേട്ട് അലീന മനസ്സ് വിട്ട് ചിരിക്കുക. അലീനയുടെ ചിരിയും സന്തോഷം കണ്ടപ്പോൾ നമ്മുടെ മനു ചോദിച്ചു, ഇപ്പം കുറച്ച് റിലാക്സ് ആയില്ലേ? നല്ല റിലാക്സ് ഉണ്ട് സാർ. മനസ്സിന് ഒരു സമാധാനമുണ്ട്. നന്നായി. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. കൈതയ്ക്കൽ മാളിക തറവാട് വലിയൊരു തറവാടാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നും പുട്ട്. വേലക്കാരികളുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറയായിരുന്നു. ഓരോരോ ഓർഡർ ഇടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ അലീന വന്നപ്പോഴും അങ്ങനെയായിരുന്നു. അലീന ദോശ ഉണ്ടാക്ക്, അപ്പം ഉണ്ടാക്ക്, ഇടിയപ്പം ഉണ്ടാക്ക് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ? ഇപ്പോൾ എന്താ ഈസിയായ ഒരു പണി ചെയ്യുക. പുട്ട് 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 എന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടതും അലീന വീണ്ടും പൊട്ടി ചിരിക്കുക. ഈ സമയം അലീനയുടെ ചിരി കണ്ട് അത് നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് മനു. എന്തായാലും അലീന, ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കണം കേട്ടോ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. ഇന്നലെ മുത്തശ്ശി ഒന്ന് കണ്ടേ. മുത്തശ്ശി, ഞാൻ പിന്നെ പോട്ടെ മുത്തശ്ശി. നീ പോവുകയാണോടാ കൊച്ചേ? നീ നാളെ അല്ലേ പോകുള്ളൂ? അതല്ല, വീട്ടിലേക്ക് പോയിട്ട് വരാം മുത്തശ്ശി. ഞാൻ അങ്ങോട്ട് പോയില്ല, നേരെ ഇങ്ങോട്ടാ വന്നേ. അതെ, കൈതയ്ക്കൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഇങ്ങോട്ട് ഓടി വരും. അതുപോലെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അലീനയ്ക്ക് മൊബൈൽ റീചാർജ് ചെയ്ത് തന്നിട്ടുണ്ട്. അലീനയെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും എന്നെ വിളിച്ച് പറയണം കേട്ടോ. കേട്ടല്ലോ അലീനെ? ഇപ്പോൾ റീചാർജൊക്കെ ആയില്ലേ? ശരി സാർ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ. വെറുതെ ആടാ, ഇവളൊന്നും വിളിച്ച് പറയില്ല. ഇവൾക്ക് ഒരു പരാതിയില്ല ആരോടും. അത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എത്രയൊക്കെ വൈജമോള് പറഞ്ഞിട്ടും ഇവളൊരക്ഷരം വേണ്ടിയിട്ടില്ല. എനിക്ക് മിണ്ടാനുള്ള ഇതില്ലല്ലോ മുത്തശ്ശി. ഞാൻ എന്തു പറയാനാ? അത് മാത്രമല്ല, ഇത് മാഡത്തിൻ്റെ വീടല്ലേ. അപ്പോൾ ഇവിടെ എന്ത് നടന്നാലും എനിക്കതൊക്കെ കണ്ടു നിൽക്കാനല്ലേ പറ്റൂ. എൻ്റെ മോളെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ മുഖത്ത് നോക്കി വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അതിനൊരു മടിയും കാണിക്കണ്ട. അതെനിക്കറിയാം മുത്തശ്ശി. പക്ഷേ വൈജ മാഡത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് മിണ്ടാത്തത്.
അതാണ് കുടുംബത്തിൽ പിറന്നതിൻ്റെ അന്തസ്സ്. മോള് ജനിച്ചത് നല്ലൊരു കുടുംബത്തിലാണ്, പക്ഷേ ആ കുടുംബത്തിലുള്ള ഒരു മോളെ ഉപേക്ഷിച്ചത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കും. അപ്പോഴേക്കും അലീനയ്ക്ക് സങ്കടമായി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. ശരിയടാ. മനു അങ്ങ് പോവുക. മനു പോയി കഴിഞ്ഞതും അലീന ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. കാരണം കുറച്ചു നേരം മനു വരുന്നപ്പോഴത്തേക്ക് മനസ്സിന് നല്ലൊരു റിലാക്സ് കിട്ടി. അതുകൊണ്ട് തന്നെ അലീന ആകെ എല്ലാം മറന്ന് നല്ല സന്തോഷത്തിലാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാമച്ചായനെയും ഗ്രേസമ്മയാണ്. അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക. ഈ സമയം മാമച്ചായൻ, നീ കഴിക്കുന്നില്ലേ മോളെ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം, എനിക്കിപ്പോൾ വേണ്ട. അതെന്താ? ഞങ്ങളുടെ മുമ്പിലിരുന്ന് കഴിച്ചാൽ നിനക്ക് ഇത്തിരി കഴിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾ മാറിക്കഴിഞ്ഞാൽ കുറേ കഴിക്കും, അതുകൊണ്ടാണോ? അതെ. നീ എന്തൊക്കെയാണ് കൊച്ചെ കഴിക്കുന്നേ? 6 ചപ്പാത്തി, 1 പ്ലേറ്റ് ചോറ്, കുറേ കറി, ചിക്കൻ വറുത്തത്, ബീഫ് കറി എല്ലാം കഴിക്കും. എന്താ എൻ്റെ കർത്താവേ, ഇത്രയും നീ കഴിക്കോ? എൻ്റെ മാമച്ചായ അവൾ തമാശ പറയുക. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എച്ചിൽ കഴിക്കാനാണ് അവളിരിക്കുന്നത്. അത് കേട്ടതും അത് പിന്നെ ഭക്ഷണം കളയുന്നത് കണ്ട സങ്കടം കൊണ്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വേദനയും കഷ്ടപ്പാടും ഇപ്പോഴും അറിയാം. അതുകൊണ്ട് ഭക്ഷണം കളയുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ കൊച്ചെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എച്ചിലെടുത്ത് കഴിക്കരുതെന്ന്. ഇനി മേലെ എച്ചിലെടുത്ത് കഴിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. കളയരുതാത്തത് കൊണ്ടാണ്. വെറുതെ വീശിക്കളയുന്നതിനേക്കാൾ നല്ലതല്ലേ അത് കഴിക്കുന്നത്. എൻ്റെ കൊച്ചെ, ഞങ്ങൾ ഇനി വേസ്റ്റ് ആക്കില്ല. എന്താ പോരെ? നീ മര്യാദയ്ക്ക് ഭക്ഷണം എടുത്ത് കഴിക്ക്. വേണ്ട കൊച്ചമ്മേ, ഞാനിങ്ങനെ കഴിച്ചോളാം, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിക്ക്. ഞങ്ങളുടെ അടുത്തിരുന്ന് കഴിച്ചാൽ എന്താ ഞങ്ങളുടെ എല്ലാ അഭിമാനവും നഷ്ടപ്പെടുമെന്നാണ് നിൻ്റെ വിചാരം? എടി, ഇരുന്ന് കഴിക്കടി. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടി പേടിച്ചിട്ട് പാത്രത്തിൽ ഒരു ചപ്പാത്തിയും ഒരിത്തിരി ചോറും ഒരിത്തിരി ഇഞ്ചിപ്പുളി എടുക്കുക, ഇത്തിരി തോരനും എടുക്കുക. ഈ സമയം ചിക്കൻ എടുക്കടി പെണ്ണേ. വേണ്ട കൊച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി എല്ലാം എടുത്തിട്ട് അവരിങ്ങനെ നോക്കുക. എടി, നീ പേടിക്കണ്ട, ഞങ്ങളൊന്നും വേസ്റ്റ് ആക്കില്ല. എന്താ പോരെ? ആവശ്യത്തിന് കഴിച്ചിട്ടേ ഞങ്ങൾ എടുക്കൂ, ആവശ്യത്തിന് കഴിക്കാനുള്ളതേ ഞങ്ങൾ എടുക്കൂ. എന്താ, സന്തോഷമായോ എന്നും ചോദിക്കണം. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഇനിയിപ്പോൾ എന്നെ എന്തെങ്കിലും പറയുമോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് രേവതിക്കുട്ടി പതുക്കെ റൂമിൻ്റെ അങ്ങോട്ട് പോവുക. എടി, നീ ഇതെവിടെ പോവുക എന്നും ഗ്രേസമ്മയുടെ ചോദ്യം. അത് കേട്ടതും ഭക്ഷണം കഴിക്കാൻ എവിടെ ഇരുന്ന്? ഈ മുറിയിലിരുന്ന്. ആ മുറിയിൽ നീ എങ്ങനെ ഇരുന്ന് എവിടെ ഇരുന്ന് കഴിക്കും? സ്ലാബിൽ വെച്ചിട്ട് നിന്ന് കഴിക്കും. എൻ്റെ കർത്താവേ, ഇവളോട് എത്ര പറഞ്ഞാലും ഇവള് കേൾക്കില്ല. ദേ കൊച്ചേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നത് നിന്നുകൊണ്ടാണോ? ഇരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്? നീ നിന്നിട്ട് കഴിച്ചാൽ എങ്ങനെ ശരിയാവും എന്നും. അത് കേട്ടതും അത് പിന്നെ കൊച്ചമ്മ, ഞാൻ അത് ശീലിച്ചു പോയി. എടി കൊച്ചേ, ഭക്ഷണത്തിന് മര്യാദ കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കണം. നീ ഇരുന്ന് കഴിക്ക്. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടി താഴെയൊക്കെ നോക്കുക. എൻ്റെ ഈശോയെ, നിന്നോട് താഴെ ഇരിക്കാനല്ല പറഞ്ഞത്, ഇവിടെ വാ, ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിരിക്കും. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടി പതുക്കെ അങ്ങോട്ട് വരിക. അപ്പോൾ ഗ്രേസമ്മ, ഇവക്കൊരു വിചാരം ഉണ്ടാവും, ഇവളെങ്ങാനും നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ അഭിമാനം അങ്ങ് താഴ്ന്നിറങ്ങിപ്പോകും, നമ്മുടെ അന്തസ്സ് പോകും എന്നൊക്കെ. നീയാണല്ലോ ഞങ്ങളുടെ അന്തസ്സ് ചുവന്നുകൊണ്ട് നടക്കുന്നത്, ഇവിടെ ഇരുന്ന് കഴിക്കാനല്ലേ പറഞ്ഞത്. അത് കേട്ടതും രേവതിക്കുട്ടി ആകെ ടെൻഷൻ അടിച്ച് മാമച്ചായൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത ഒരു കസാര വിട്ട് ഇപ്പുറത്തെ കസാരയിൽ ഇരിക്കുക. നിന്നോടാ പറഞ്ഞത് അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ, മാമച്ചായൻ്റെ അടുത്ത് പോയിരിക്കുക. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടി പേടിച്ചിട്ട് മാമച്ചായൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ സമയം ഗ്രേസമ്മ രേവതിക്കുട്ടിയുടെ പാത്രത്തിലേക്ക് നോക്കുക. ഒരിത്തിരി ഇഞ്ചിപ്പുളിയും ഒരിത്തിരി തോരനും പിന്നെ ചപ്പാത്തിയും ചോറും. ഇതെന്താ ഈ കൊച്ചി ഇങ്ങനെ? ഇതെങ്ങനെ ഇത് കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേസമ്മ അതിലിരുന്നൊരു ചിക്കൻ്റെ ലെഗ് പീസ് എടുത്ത് രേവതിക്കുട്ടിയുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം രേവതിക്കുട്ടി ഗ്രേസമ്മയെ നോക്കി, എന്താ നോക്കുന്നേ? ഇതൊക്കെ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞേ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, മനസ്സിലായല്ലോ? ഇതൊക്കെ നിനക്കും കൂടി ഉള്ളതാ. ഇതൊന്നും വേണ്ട, ഞാൻ ഇതും കൂട്ടിയേ കഴിച്ചോളാം. എൻ്റെ ഈശോ ഏടി, നിന്നോടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഉള്ളതെല്ലാം നിനക്കും കൂടി ഉള്ളതാ. ഇവിടെ എന്തെടുത്ത് കഴിക്കാനും ഒരു മടിയും കാണിക്കരുത്. ഞങ്ങളുടെ എച്ചിലല്ല, നിനക്കുള്ളതും കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ എന്ത് കഴിക്കുന്നോ അത് തന്നെയാണ് നീയും കഴിക്കേണ്ടത്, മനസ്സിലായോടി എന്നും നമ്മുടെ ഗ്രേസമ്മ ചീത്ത പറയുന്നത് പോലെ സ്നേഹം കാണിക്കാതെ ഇതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക രേവതിക്കുട്ടിയോട്. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടിയുടെ കണ്ണ് നിറയുക. ചിക്കനിലേക്കും ചപ്പാത്തിയിലേക്കും ചോറിലേക്കും രേവതിക്കുട്ടി കുറച്ചു നേരം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കുക. അപ്പോൾ ഗ്രേസമ്മ ചിരിക്കുക. എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് നന്നാക്കി എടുക്കണം എന്നും ആലോചിച്ചുകൊണ്ട് ഗ്രേസമ്മ രേവതിക്കുട്ടിയോട്, നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, കഴിക്കടി കൊച്ചേ എന്നും പറയുക. അപ്പോഴേക്ക് രേവതിക്കുട്ടിയുടെ കരയുന്ന ആ ചെറിയൊരു ശബ്ദം പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരിക. നീ കരയാൻ തുടങ്ങുവാണോ
എടി കൊച്ചെ നീ കരയുവാണോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗ്രേസമ്മ രേവതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ പതുക്കെ ഭക്ഷണത്തിൽ നിന്നും കണ്ണുയർത്തി രേവതിക്കുട്ടി ഗ്രേസമ്മയെയും മാമച്ചനെയും നോക്കി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.